ഇന്നത്തെ വീഡിയോയിൽ കൊളസ്ട്രോളും ഷുഗറും ഒക്കെ കുറയാൻ ആഗ്രഹിക്കുന്നവർക്കും വെയിറ്റ് കുറയാൻ ആഗ്രഹിക്കുന്നവർക്കും ഡയറ്റ് നോക്കുന്നവർക്കും പ്രത്യേകിച്ചും കാൽസ്യത്തിൻ്റെ അളവ് കൂട്ടാനും സഹായിക്കുന്ന ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. മോന് പനിയും ക്ഷീണവും ഒക്കെയായി ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു തന്നതാണ് ഈ കൂട്ട്. ഇത് കഴിച്ചപ്പോൾ കാൽസ്യത്തിൻ്റെ അളവിൽ നല്ല മാറ്റം തന്നെയാണ് കിട്ടിയത്. പെട്ടെന്ന് തന്നെ എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റാഗി കൊണ്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഈ റെസിപ്പി ഒന്ന് കണ്ടു നോക്കൂ. ഞാനിത് ഒരു ഓവർനൈറ്റ് വെച്ച ശേഷം രാവിലെ എടുത്തതാണ്. ഇനി ഇതിൻ്റെ വെള്ളമെല്ലാം മാറ്റിക്കളയുക. നമുക്ക് ഈ റാഗി കിളിർപ്പിച്ചാണ് എടുക്കേണ്ടത്. അതിനായി ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിങ്ങനെ അരിപ്പയിൽ വെച്ച് കൊടുത്താൽ ഒട്ടും സ്മെല്ലും വരില്ല. അതുപോലെ എല്ലാം ഒരുപോലെ തന്നെ മുളപ്പിച്ചെടുക്കാനും പറ്റും. രണ്ടാമത്തെ ദിവസമായപ്പോഴേക്കും നോക്കൂ, റാഗിയെല്ലാം നല്ലതുപോലെ തന്നെ മുളച്ചു വന്നിട്ടുണ്ട്. ഇതിനി മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെയിലത്ത് വെച്ചാൽ നന്നായിട്ട് തന്നെ ഉണക്കിയെടുക്കണം. ഇനി നമുക്ക് വേണ്ടത് ക്യാരറ്റാണ്. ക്യാരറ്റിൻ്റെ പുറംതൊലിയെല്ലാം മാറ്റിയ ശേഷം കഴുകി വൃത്തിയാക്കി ചെറുതായി ചോപ്പ് ചെയ്തെടുത്ത ഈ ക്യാരറ്റും ഒരു പാത്രത്തിൽ നിരത്തി കൊടുത്ത് ഉണക്കിയെടുക്കണം. 2 ദിവസം കൊണ്ട് തന്നെ റാഗിയും നല്ലതുപോലെ തന്നെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഈ ഉണക്കിയെടുത്ത റാഗി ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് 10 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇത് തണുപ്പിക്കാനായി മറ്റൊരു പാത്രത്തിലേക്ക് നിരത്തി കൊടുത്ത ശേഷം ഉണക്കി വെച്ചിരിക്കുന്ന ക്യാരറ്റും ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുക. ഇതും തണുക്കാനായി മറ്റൊരു പാത്രത്തിലേക്ക് നിരത്തിയിടുക. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ഗോതമ്പ് പൊടിയാണ്. പൊടി ഒട്ടും തന്നെ കരിഞ്ഞു പോകാതെ ലോ ഫ്ലെയിമിൽ വെച്ച് വറുത്തെടുക്കുക. ഇത് മൂപ്പാവുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് വരുന്നത്. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം. ഇതും മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുക. കരിഞ്ഞു പോകാതെ നല്ലതുപോലെ തന്നെ നിരത്തി കൊടുക്കണം. ഇനിയും 10-12 ഈത്തപ്പഴം എടുത്ത് അതിൻ്റെ കുരുവെല്ലാം മാറ്റിയ ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് കുതിർക്കാനായി വെക്കുക. അടുത്തതായി 3 ആപ്പിളും കുറച്ച് നട്ട്സും ബദാമും എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കരിപ്പട്ടി ചെറുതായി ചീകി എടുത്തിട്ടുണ്ട്. ഇത്രയുമാണ് വേണ്ടത്. ഇനി നമ്മൾ തണുക്കാനായി വെച്ചിരിക്കുന്ന റാഗി കുറച്ചായി മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കുക. ഇത് പൊടിച്ചെടുത്ത ശേഷം അരിപ്പയിലൂടെ അരിച്ചെടുക്കണം. വലിയവർക്കും ഇതുപോലെ തന്നെ മുളപ്പിച്ചെടുക്കുന്നതാണ് നല്ലത്. ഇനി ചൂടാക്കി വെച്ചിരിക്കുന്ന ക്യാരറ്റും ഇതുപോലെ തന്നെ പൊടിച്ചെടുക്കുക. ക്യാരറ്റ് ഉണക്കിയെടുക്കുമ്പോൾ അതിലെ ഷുഗർ കുറയുന്നു. അതുകൊണ്ട് ഷുഗർ ലെവൽ നോർമലാക്കാൻ സഹായിക്കുന്നു. അരിപ്പയിലൂടെ അരിച്ചെടുക്കുക. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നട്ട്സും ബദാമും എല്ലാം പൊടിച്ചെടുത്ത് വെക്കുക. നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന ഈത്തപ്പഴം മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ആ വെള്ളത്തോടു കൂടി തന്നെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ അരച്ചെടുക്കുക. ആപ്പിളിൻ്റെ പുറംതൊലി മാറ്റി ചെറിയ പീസായി കട്ട് ചെയ്ത് കുറച്ചായി ഈ ഈത്തപ്പഴത്തിൻ്റെ കൂടെ തന്നെ അരച്ചെടുക്കുക. ഇനി ഒരു അടികട്ടിയുള്ള പാത്രം ചൂടായ ശേഷം റാഗി ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇത് 1 സ്പൂൺ മാത്രം മതി 1 ഗ്ലാസ് പാലിൽ ചേർത്ത് കഴിക്കാൻ.